നമ്മളൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നവരാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഫ്ലാഗ് ഉയർത്താറുണ്ട്, കൊടി ഉയർത്താറുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, ഈ കൊടി ഉയർത്തുക അതിൻ്റെ യുക്തി എന്താ? അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരു ആശയം എന്താ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ പിറകിൽ രാജ്യസ്നേഹം എന്ന യുക്തി അടങ്ങിയിട്ടുണ്ട്. രാജ്യത്തോടുള്ള കൂറ്, രാജ്യത്തോടുള്ള പ്രതിബദ്ധത. ഞാൻ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഈ രാജ്യത്തിലെ ഒരു പൗരൻ. അപ്പൊ രാജ്യത്തോടുള്ള കൂറ്, രാജ്യത്തോടുള്ള പ്രതിബദ്ധത, രാജ്യസ്നേഹം എന്നതാണ് കൊടി ഉയർത്തുന്നതിലൂടെ ഈ രാജ്യനിവാസികൾ പ്രകടിപ്പിക്കുന്നത്. അതൊരു പ്രതീകാത്മകമായ ചടങ്ങാണ്, അല്ലാതെ കൊടിയിൽ ഒന്നുമില്ല. അതിങ്ങനെ ഉയർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും അവിടെ നടക്കുന്നില്ല. എല്ലാവരും വട്ടം കൂടി നിന്ന് ദേശീയ ഗാനം ആലപിച്ച് കൊടി ഉയർത്തുമ്പോൾ അവിടെ ഒന്നും പ്രത്യേകമായി നടക്കുന്നില്ല. പക്ഷെ നടക്കുന്ന ഒരു ആന്തരികമായ തലമുണ്ട്. ആ ആന്തരികമായ തലമാണ് രാജ്യസ്നേഹം എന്നത്. ഇതേപോലെ ബലി അറുക്കുമ്പോൾ, തക്ബീർ ചൊല്ലി ബലി അറുക്കുമ്പോൾ അവിടെ നടക്കുന്ന ആന്തരികമായ ഒരു തലമാണ് ദൈവസ്നേഹം എന്നത്. ദൈവത്തോടുള്ള, പടച്ചവനോടുള്ള കൂറ്, പടച്ചവനോടുള്ള പ്രതിബദ്ധത, പടച്ചവന്റെ കൽപ്പനകളെ ഏത് ജീവിത സാഹചര്യത്തിലും ഞാൻ പാലിച്ചു കൊള്ളാം എന്ന തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു ചടങ്ങാണ് ബലികർമ്മത്തിലൂടെ നമ്മളൊക്കെയും പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു യുക്തി അടങ്ങിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ സന്നദ്ധനായത്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇപ്രകാരമുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹ്ക്ക് സമർപ്പിക്കാതെ നിങ്ങൾക്കൊരു യഥാർത്ഥ വിശ്വാസിയായി